ഈ സെപ്റ്റംബർ മാസം 9 മുതൽ ഉള്ള ഒരാഴ്ചത്തെ വാരഫലങ്ങളിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. പ്രണയിതാക്കൾക്ക് വിവാഹ സാധ്യതകൾക്ക് കളമൊരുങ്ങുന്ന ഒരു വാരകാലഘട്ടമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളിലേക്ക് കടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. പ്രവർത്തന മേഖല വളരെയധികം വിപുലീകരിക്കും. ചിലവുകൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രകൾക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വാരകാലഘട്ടം ആണ്. ഇടവക്കൂറ് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വർദ്ധിക്കും. പ്രവർത്തന മികവ് ഉണ്ടാകും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വിദേശ തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും സാധ്യതകൾക്കുമൊക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു വാരകാലഘട്ടമാണ്. ഇവിടെ തൊഴിൽ മേഖലയിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. ബിസിനസ് വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്കാണ് അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. തർക്ക വിഷയങ്ങളിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രകൾ നമുക്ക് വളരെയധികം വിജയപ്രദമായിട്ട് വരും. മിഥുനക്കൂറ് മകയിരം, അര, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾഭയം നമുക്ക് മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരകാലഘട്ടമാണ്. എങ്കിലും നമ്മളെല്ലാ കാര്യത്തിനും പോകുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. ബിസിനസ്, കച്ചവടം ഈ മേഖലകളിൽ പെട്ടവർ നമ്മളൊന്ന് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ചെയ്യണം. കാരണം ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരകാലഘട്ടമാണ്. കർക്കിടകക്കൂറ് പുണർതം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തിൽ ഈശ്വരാധീനം പൂർണ്ണമായും ഉണ്ടാകും. ഇറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ള ആൾക്കാർ, കുടുംബത്തിലെ മറ്റംഗങ്ങളൊക്കെ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. എന്നാലും ഏതൊരു വിഷയമുണ്ടായിരുന്നാലും, പ്രശ്നങ്ങളുണ്ടായിരുന്നാലും, തർക്ക വിഷയം ഉണ്ടായിരുന്നാലും നമ്മൾ തന്നെയായിരിക്കും വിജയിക്കുക. എങ്കിലും അത് ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ധനപരമായിട്ടുള്ള വരുമാനം നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചില ചെറിയ രോഗങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ മാനസികമായിട്ടുള്ള ചില ചെറിയ സംഘർഷങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കുടുംബത്തിലെ മുതിർന്നവരുമായോ കുടുംബാംഗങ്ങളുമായോ പൊതുപ്രവർത്തകരുമായോ ഉദ്യോഗസ്ഥരുമായോ ഒക്കെ ഉള്ള തർക്ക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അത്തരത്തിലുള്ള തർക്ക വിഷയങ്ങളുണ്ടായാൽ നമുക്കത് ബുദ്ധിമുട്ടും, സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് നമ്മുടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുവേ നമുക്ക് കുടുംബ പ്രശ്നങ്ങളായിട്ടൊക്കെ മാറുകയും അത് കുടുംബത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളായി മാറുകയും സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും നമ്മൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്ന് മാറി അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ ഉള്ള ഒരു സമയദോഷം വന്നേക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ ഒരു വാരകാലഘട്ടം മുന്നോട്ട് പോവുക. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിനും വിജയമുണ്ടാകും. എന്നാൽ ആ വിജയത്തിന് മുന്നിൽ ഒരു ചെറിയ തടസ്സമുണ്ടാകും. ആ തടസ്സത്തിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഈശ്വരാധീനം പൂർണ്ണമായിട്ടും കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിലെ പരിശ്രമങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിജയമുണ്ടാകും. പുതിയ ഐഡിയകൾ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ അത് കൃത്യമായി ആലോചിച്ച് പഠിച്ച്
ക്ലിയർ ചെയ്ത് പങ്കെടുക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുമ്പോഴും ആ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പുറത്തു നിന്നുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. യാത്രകൾ വളരെ അനുകൂലമായിരിക്കും. കുടുംബകാര്യങ്ങളിലൊക്കെ വിജയം നേരിടാവുന്ന, വിജയസാധ്യതയുള്ള, മനസ്സിന് സന്തോഷം തരാവുന്ന ഒരു വാരകാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിത്തിര, അര, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് തടസ്സങ്ങളെല്ലാം മാറി വരും. ഈശ്വരാധീനം പൂർണ്ണമായിട്ടും വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കുമ്പോഴോ പണം ചിലവാക്കുമ്പോഴോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നത്, നടപ്പാക്കുന്നതിലോ പോകുന്നതിലോ ഒക്കെ വിജയം കണ്ടെത്തും. നമുക്കൊരു പ്രചോദനമായിട്ട് മാറും. എന്നാൽ പല കാര്യങ്ങളെയും പറ്റി ചിന്തിച്ച് മാനസികമായിട്ടുള്ള ഒരു സംഘർഷം നമുക്ക് നിലനിൽക്കും. കുടുംബകാര്യങ്ങളിൽ നമ്മൾ തർക്ക വിഷയങ്ങളുണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും വാതുവയ്പ് അല്ലെങ്കിൽ തർക്ക വിഷയങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ പണസംബന്ധമായ വിഷയങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. വൃശ്ചിക കൂറ, വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം, ആനീഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യവും സന്തോഷവും കാണുന്നുണ്ട്. ഈശ്വരാധീനം പൂർണ്ണമായിട്ടും കാണുന്നുണ്ട്. ധനപരമായിട്ടുള്ള വരവ് യോഗങ്ങൾ കാണുന്നുണ്ട്. കിട്ടാനുള്ള പണങ്ങൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ തൊഴിൽ മേഖലകളിൽ ഒരു 50% വിജയവും 50% ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു പ്രശ്നത്തെയും അതിജീവിച്ച് വരാനുള്ള കഴിവുള്ള ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വരും. അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള വിവാഹ ആലോചനകൾ നമ്മളെ തേടി വരാൻ സാധ്യതയുള്ള ഒരു വാരം കൂടിയാണ്. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ചേർന്ന് വരുന്ന ധനുക്കൂറുകാർക്ക് ഈശ്വരാധീനം പൂർണ്ണമായും കാണുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ചിലവുകൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ വളരെയധികം സുഖപ്രദമായിരിക്കും. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മടി, അലസത എന്നീ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. നമുക്ക് അനുയോജ്യമല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന്, കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടതാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രകൾ നമുക്ക് വളരെയധികം അനുകൂലമായിരിക്കും. അപ്രതീക്ഷിത ചിലവുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. പൊതുജനങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടാകും. കുടുംബ സംഘങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടാകും. പ്രവർത്തന മികവ് അനുഭവപ്പെടും. ഇറങ്ങുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിസാഹസികമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എഗ്രിമെൻ്റ് ചെയ്യുക, ഏറ്റുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. തൊഴിൽ മേഖലകളിൽ പുരോഗതി ദൃശ്യമാകുന്നുണ്ട്. അവിട്ടം, അര, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാർക്ക് യാത്രകൾ അനിവാര്യമായി വരും. അലസത, മടി, ക്ഷീണം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. വീട് മാറ്റത്തിനോ പുതിയ വീട് വയ്ക്കുവാനോ വാങ്ങുവാനോ ഒക്കെയുള്ള ഒരു ആലോചന നമുക്ക് മനസ്സിൽ ഉണ്ടാകും. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും കുടുംബാംഗങ്ങളിൽ നിന്നും അസ്വസ്ഥതാപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്നൊക്കെയുള്ള തടസ്സവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാകാതെ, ബുദ്ധിമുട്ടുകളുണ്ടാകാതെ വാഹനം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുക. പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വൻ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. തർക്ക വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. ഈശ്വരാധീനം പൂർണ്ണമായും കാണുന്നുണ്ട്.
വിദേശ യാത്രകളോ ദൂരദേശ യാത്രകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു വാര കാലഘട്ടമാണ്. തൊഴിൽ മേഖലയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. ശത്രുക്കളുടെ ശല്യമുണ്ടാകാൻ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നോ പാർട്ട്ണർമാരിൽ നിന്നോ സഹകരിച്ച് പ്രവർത്തിക്കുന്നവരിൽ നിന്നൊക്കെയുള്ള ഇറിറ്റേഷൻ, തർക്കങ്ങൾ, വിഷയങ്ങൾ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത വളരെ കൂടിയ ഒരു വാര കാലഘട്ടമാണ്.